Hello everyone. In we are going to discuss the next topic, issues in data mining. Okay, issues in data mining 5 ഭാഗമായിട്ടാണ് divide ചെയ്തിരിക്കുന്നത്. ഓരോന്നും we will be looking at separately. Mining methodology. ഏത് രീതിയിൽ മൈൻ ചെയ്തെടുക്കണം അതൊരു ഇഷ്യൂ ആണ്. ഡേറ്റയെ ബേസ് ചെയ്ത് റിക്വയർമെന്റ് ബേസ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ മൈൻ ചെയ്ത് എടുക്കുന്നത്. മൈനിങ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അൽഗോറിതംസ് യൂസ് ചെയ്യുമ്പോഴും എല്ലാ അൽഗോറിതം അതിൻ്റെതായ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വശങ്ങളുണ്ട്. അതുപോലെ യൂസർ ഇന്ററാക്ഷൻ, യൂസർ മൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ യൂസറിന് ഇന്ററാക്ട് ചെയ്ത് ആവശ്യമായ രീതിയിൽ ട്വീക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, അതൊരു ഇഷ്യൂ ആണ്. എഫിഷ്യൻസി ആൻഡ് സ്കേലബിലിറ്റി, എത്ര നന്നായിട്ടാണ് മൈൻ ചെയ്തെടുക്കുന്നത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡേറ്റയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്കേലബിൾ ആണോ അൽഗോറിതം. Earlier algorithms are not really scalable. Okay, so that is another issue. Data types, നേരത്തെ തന്നെ പറഞ്ഞു പല തരം ഡേറ്റ ടൈപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഫീച്ചർ എക്സ്ട്രാക്ഷനും അതിന്റെ ഡേറ്റ പ്രിപ്പറേഷനും നമ്മൾ നടത്തും. പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പുകൾ നടത്തുന്നത് ഈ ഡൈവേഴ്സ് ഡേറ്റ ടൈപ്സിനെ ഡേറ്റ മൈനിങ് അൽഗോറിതത്തിന് ആവശ്യമായ ഫോർമാറ്റിലേക്ക് ആക്കി തീർക്കുന്നതിനാണ് pre-processing steps നമ്മൾ യൂസ് ചെയ്യുന്നത്. So another issue is diverse data types. Okay, we'll be looking at each of this a little bit more in detail. And lastly, data mining and society. സൊസൈറ്റിയെ ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ബാധിക്കുന്നത്? Is it good? Is it bad? എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡേറ്റ മൈനിങ് എഞ്ചിനീയർ should keep in mind? ഇതൊക്കെയാണ് issues in data mining. Okay, now mining methodology, ആദ്യത്തെ നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് മൈനിങ് മെത്തഡോളജി. ഒന്നാമത്തെ കാര്യം, ഒരു മെത്തേഡ് വെച്ചിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റയും നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോറിതംസ് ഹാവ് ബീൻ ഡിവൈസ്ഡ് ഫോർ ഡിഫറെന്റ് ഏരിയാസ്. And one algorithm works better in one application area, another algorithm might work better in other application areas. So നമ്മളുടെ ഡേറ്റ സെറ്റിനെ ബേസ് ചെയ്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഏരിയയെ ബേസ് ചെയ്ത് മൈനിങ് മെത്തേഡ് ഡിഫർ ചെയ്യും. Okay, now if we want to have new kind of data or we want to mine new knowledge, then obviously പഴയ mining technologies use ചെയ്ത് ചിലപ്പം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. That is one issue. So we have to devise new algorithms to find those kind of new patterns. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ്. മൈനിങ് നോളജ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു കാര്യമാണ്. സോ എനി algorithm that we devise, method that we devise must be applicable in multi-dimensional space. Okay, നമ്മളിപ്പോൾ അൽഗോറിതംസ് പഠിക്കുമ്പോൾ മോസ്റ്റ്ലി 2-dimensional അല്ലെങ്കിൽ 3-dimensional ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. മോസ്റ്റ് അൽഗോറിതംസ് ആർ ഡിസൈൻഡ് ഓൾസോ ഫോർ 2-dimensional or 3-dimensional. അതിനെ ഹയർ ഡയമെൻഷൻസിലേക്ക്, ഹയർ ദാൻ 3 ഡയമെൻഷൻസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there is a lot of difficulties that the engineer faces. അൽഗോറിതംസ് ആ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം അല്ല. എഫിഷ്യന്റ് അൽഗോറിതംസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനെ അല്ല, എഫിഷ്യന്റ് ആയിട്ട് മൾട്ടി ഡയമെൻഷണൽ സ്പേസിൽ മൈൻ ചെയ്ത് ഡേറ്റ എടുക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതൊരു ഇഷ്യൂ ആണ്. ഇനി അടുത്തൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ മൈനിങ് ഒരു ഏരിയയിൽ മാത്രമല്ല ചെയ്യുന്നത്. ഒരു എഞ്ചിനീയർ ഒരു ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഏതൊരു ആപ്ലിക്കേഷൻ ഏരിയ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് കുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി ഡേറ്റ മൈനിങ്, പല ഡിസിപ്ലിൻസ് കമ്പൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, NLP. NLPയിൽ ശരിക്കും ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന്റെ നോളജ് വേണം, അതേപോലെ തന്നെ മൈൻ ചെയ്തെടുക്കാനായിട്ട് ബിക്കോസ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആയത് കാരണം ഇൻഫർമേഷൻ റിട്രീവലിന്റെ നോളജും വേണം. ഈ രണ്ട് ഏരിയാസ് ക്ലബ് ചെയ്താണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ബഗ് മൈനിങ് എന്ന് വെച്ചാൽ എന്തോ, ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ കോഡിൽ എറേഴ്സ് കണ്ടെത്തുക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അതില് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം. അത് കൂടാതെ ഈ ഡേറ്റ മൈനിങ് ബാക്ക്ഗ്രൗണ്ടും വേണം. അങ്ങനെ ഏത് ഏരിയ എടുത്ത് നോക്കിയാലും, ആപ്ലിക്കേഷൻ ഏരിയ എടുത്ത് നോക്കിയാലും പല ഏരിയാസ് കമ്പൈൻ ചെയ്യുന്ന ഇൻഫർമേഷൻ അറിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക്
എഫക്റ്റീവായിട്ട് ഈ മൈനിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് മൈനിങ് മെത്തഡോളജി നമ്മൾ നെറ്റ്വർക്കിലാണ് ചെയ്യുന്നതെങ്കിൽ വി നീഡ് ടു ബൂസ്റ്റ് ദ പവർ ഓഫ് ഡിസ്കവറി. ഓക്കെ, നെറ്റ്വർക്കിൽ നിന്നും മൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് സം മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ ഡു ദിസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതിന് നോർമലി യൂസ് ചെയ്യുന്നത് സിമാൻറ്റിക് ലിങ്ക്സ് ആണ്. പല ഓബ്ജക്ട്സ് അതിലെ ഇതിലെയൊക്കെ കിടക്കുന്ന നെറ്റ്വർക്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന പല ഓബ്ജക്ട്സിനെ മീനിങ്, അതിന്റെ മീനിങ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ യൂസ് വെച്ചിട്ട് ലിങ്ക് ചെയ്യുന്നതിനാണ് സിമാൻറ്റിക് ലിങ്ക്സ് എന്ന് പറയുന്നത്. സെമാൻറ്റിക് ലിങ്ക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പം ഇവൻ ദോ മൈനിങ് ബിക്കംസ് ഈസിയർ, ഇറ്റ് ഇസ് ഇൻഹറന്റ്ലി സെക്യൂരിറ്റി ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുമ്പം വേറെ പല ഏരിയകളിൽ അത് പ്രശ്നമായിരിക്കും. ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും, ഇതൊക്കെ ഇഷ്യൂസ് ആണ്. ഓക്കെ, നൗ സപ്പോസിങ് അവർ ഡേറ്റ ഈസ് നോട്ട്, എന്താ പറയുക, ക്വാളിറ്റി ഈസ് നോട്ട് ഗുഡ് ഫോർ ദ ഡേറ്റ. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതിന്റെ ക്വാളിറ്റി എത്രത്തോളമാണോ അത്രയും തന്നെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൈനിങ് അൽഗോറിതത്തിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി, മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രെയിനിങ് ഡേറ്റ തെറ്റാണ്, അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണെങ്കിൽ ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് എ ഗുഡ് മെത്തഡോളജി. അപ്പം ഇൻകൺസിസ്റ്റന്റ്, അൺസർട്ടൺ ആയിട്ടുള്ള ഡേറ്റ, അല്ലെങ്കിൽ നോയ്സ്, എറർ, ഇൻകംപ്ലീറ്റ്നെസ്, ഇതൊക്കെയുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ദ മെത്തേഡ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഗുഡ്. ഓക്കെ, ഇനി അവസാനമായിട്ട് ഈ മെത്തേഡ് നിന്നും ലെറ്റ്സ് അസ്യൂം ദാറ്റ് എവറിത്തിങ് എൽസ് ഇസ് ഓക്കെ, കിട്ടുന്ന ഔട്ട്പുട്ട് എത്രത്തോളം റിലയബിൾ ആണ്. ഓക്കെ, നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേൺസ് എത്രത്തോളം റിലയബിൾ ആണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഇവാലുവേഷൻ പ്രോസസ്സും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി അത് മാത്രമല്ല, ചുമ്മാ കിട്ടുന്ന പാറ്റേൺസ് അല്ല, ഞാൻ കുറെ കൺസ്ട്രെയിൻസ് കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക എന്റെ പാറ്റേൺസിൽ, അപ്പം അഗെയിൻ ദി ഇവാലുവേഷൻ ബിക്കംസ് മച്ച് മോർ ഡിഫിക്കൽട്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് മെത്തേഡ്സ് ഡിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഈസ് ദ ടീഡിയസ് ടാസ്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂസർ ഇന്ററാക്ഷൻ. നേരത്തെ തന്നെ ആക്റ്റീവ് ലേണിംഗ് പറഞ്ഞായിരുന്നു, എക്സ്പേർട്സിനും കൂടെ അവരുടെ ഇൻപുട്ട് കൊടുക്കാനായിട്ട് കഴിയും. അതേ ബേസ് ചെയ്തിട്ട് ദി അൽഗോറിതം ലേൺസ്. ഓക്കെ, ഇവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് നടക്കുന്ന സമയത്ത് ഇന്ററാക്ട് ചെയ്ത് മൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ മെത്തേഡ് ബിക്കംസ് ഹൈ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉള്ള ഒരാൾ പലതരം കൺസ്ട്രെയിൻസും പലതരം റൂൾസും എക്സെപ്ഷൻസും ഒക്കെ ആ ഡൊമൈനെ കുറിച്ച് ഇൻപുട്ട് ചെയ്തിട്ട് മൈൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എഗെയിൻ സാധാരണ മൈനിങ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ആ മൈനിങ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഞാൻ ഈ അഡ്ഹോക് മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരത്തെ റിക്വയർമെന്റ് അനുസരിച്ച് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നു. സാധാരണ നമ്മൾ ഡേറ്റാബേസ് ഒക്കെ ക്വരി ചെയ്യുന്നത് പോലെ അന്നേരം എന്താണോ റിക്വയർ ചെയ്യുന്നത് അതേ ബേസിൽ എനിക്ക് ക്വരി എഴുതാം. ഓക്കെ, ആ രീതിയിൽ മൈനിങ് മെത്തഡോളജി ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി. ഓക്കെ, പിന്നെ ലാസ്റ്റ്ലി എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പ്രസന്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക ഡേറ്റയുടെ റിസൾട്ട്, ഡേറ്റ മൈൻ ചെയ്തെടുത്തതിന്റെ റിസൾട്ട്സ്. അതും വിഷ്വലൈസേഷൻ തന്നെ ഒരു വലിയ ഏരിയ ആണ്. മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺസൈസ് ആയിട്ട് പിക്ടോറിയലി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്ലി അവസാനത്തെ റിസൾട്ട്സ് പ്രസന്റ് ചെയ്യുന്നത്, നോളജിനെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഏരിയ ഓഫ് റിസർച്ച് ആണ്. Okay, so these are the difficulties in user interaction. A lot of research is going on, a lot of improvements have happened, but still it is not, as easy as we would like. അടുത്തത് എഫിഷ്യൻസി ആൻഡ് സ്കേലബിലിറ്റി. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇത്രമേ ഉള്ളൂ, നമ്മൾ ഏറ്റവും നല്ല റിസൾട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നമുക്ക് കിട്ടും. ആണ് എഫിഷ്യൻസിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എനി അതർ പ്രോഗ്രാം. സ്കേലബിലിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം എൻ്റെ ഡേറ്റയുടെ സൈസ് ഇൻക്രിമെന്റലി കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, ഈ സൈസ് കൂടുന്നതിനനുസരിച്ച് എൻ്റെ മെത്തേഡിന് ഈ ഡേറ്റയെ അക്കോമഡേറ്റ് ചെയ്ത് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റണം. അതിനെയാണ് സ്കേലബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ആസ് ഐ ടോൾഡ് യു ഏർലിയർ അൽഗോറിതംസ്, ആദ്യ കാലങ്ങളിലൊക്കെയുള്ള അൽഗോറിതംസ് അത്ര സ്കേലബിൾ അല്ല. ഇപ്പോഴും ഈ സ്കേലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡേറ്റയുടെ സൈസ് ഭയങ്കര ലാർജ് ആണ്. അവിടെ സ്കേലബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ്വെയറിന്റെ പവറും കൂടെ ബേസ് ചെയ്തിരിക്കും സ്കേലബിലിറ്റി, നോട്ട് ജസ്റ്റ് ദി സോഫ്റ്റ്വെയർ. Okay, now with the advent of cloud and all those things, a lot of the difficulties are being reduced, but it's not totally gone. Okay, അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അൽഗോറിതം ലാർജ് അമൗണ്ട്സ് ഓഫ് ഡേറ്റയിൽ വർക്ക് ചെയ്യുന്ന അൽഗോറിതം പാരലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഈ അൽഗോറിതം തന്നെ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പാരലായിട്ട് ആ ഓരോ സ്പ്ലിറ്റയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് എഫിഷ്യൻസി കൂട്ടാനായിട്ട് കഴിയും. ഓഫ് കോഴ്സ് ഇഫ് ഐ ഹാവ് ദി ഹാർഡ്വെയർ, ദി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇറ്റ്. ഓക്കെ, പലയിടത്ത് കിടക്കുന്ന ഡേറ്റയെ ഒന്നിച്ച് കൊണ്ടുവരാതെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് തന്നെ ഒരു പരിധി വരെ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ ബി വെരി ഗുഡ്. ഇനി നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിൽ പുതിയ ഡേറ്റ വരുമ്പോൾ പഴയത് വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരാതെ പുതിയ ഡേറ്റയെ ചെയ്തിട്ട് പഴയതിന്റെ കൂടെ ക്ലബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഗോയിങ് ടു ഇൻക്രീസ് ദി എഫിഷ്യൻസി ആൻഡ് സ്കേലബിലിറ്റി. അതിനെയാണ് പാരലൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇൻക്രിമെന്റൽ മൈനിങ് അൽഗോറിതംസ് എന്ന് പറയുന്നത്. വി ഡോണ്ട് when we see, ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, there are very few algorithms that are based on parallel or distributed or incremental mining. Basic ആയിട്ടുള്ളത് നമ്മൾ നോക്കും. Yet there are research going on and there are many algorithms coming up now. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അൽഗോറിതങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ രീതി വർക്ക് ചെയ്യുന്ന അൽഗോറിതങ്ങൾ ഇച്ചിരി കുറവാണ്. I'm not saying that there is no, there is, but popular ആയിട്ടുള്ള അൽഗോറിതംസ് ആ രീതി വർക്ക് ചെയ്യുന്നത് അല്ല. ഓക്കെ, നൗ അടുത്ത ഒരു efficient and scalable ആയിട്ടുള്ള the algorithms must be amenable to run, to be computed over the cloud or over clusters of systems. Okay, ഇപ്പോൾ ഉണ്ട്, there are many such systems available. എന്നാൽ അത്ര വൈഡ് സ്പ്രെഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അത്ര നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ അത്രയും ഉണ്ടാവില്ല. അങ്ങനത്തെ പലതരം പ്രശ്നങ്ങളുണ്ട്. ബട്ട് വി ആർ ഗെറ്റിംഗ് ദർ. ഓക്കെ, അനദർ ബിഗ് പ്രോബ്ലം ആസ് ഐ ടോൾഡ്, വെയർ ഹൗസിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പലയിടത്ത് കിടക്കുന്ന പലതരം ഡേറ്റയെ ഒന്നിച്ചൊരിടത്തോട്ടാക്കുന്നതാണ്, കൺസോളിഡേറ്റ് ചെയ്ത് ആർക്കൈവ് ചെയ്യുന്നതിനാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസിന് ഒരു പർട്ടിക്കുലർ ഒരേ ഫീൽഡിന് തന്നെ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടഡ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ അടുത്ത് അതേ ഫീൽഡിന് ചിലപ്പോൾ വേറെ ഡേറ്റ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സൈസ് ഓഫ് ദ ഡേറ്റ ഡിഫർ ചെയ്യാനായിട്ട് പറ്റും. ദി ഓപ്പറേഷൻസ് ഒക്കെ യൂസ്ഡ് ഓൺ ദ ഡേറ്റ ഡിഫർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ പലതരം പ്രശ്നമുള്ളത് കൊണ്ട് ഈ ഡൈവേഴ്സ് ആയിട്ട് കിടക്കുന്ന ഡേറ്റ ടൈപ്സിനെ ഒന്നിച്ചൊരിടത്ത് കൊണ്ടുവന്ന് ഹാൻഡിൽ ചെയ്യുന്നതാണല്ലോ ഡേറ്റ മൈനിങ്. ഈ ഹാൻഡിലിംഗ്, പ്രീ പ്രോസസ്സിംഗ് തന്നെ ഒരു കോംപ്ലക്സ് ടാസ്ക് ആണ്. വിൽ ബി ലുക്കിംഗ് അറ്റ് പ്രീ പ്രോസസ്സിംഗ് ദ സെക്കൻഡ് മോഡ്യൂൾ. Okay, so you will get a better idea about what I mean by it as a complex task. Okay, ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ സാധാരണ ആ പർട്ടിക്കുലർ ടപ്പിൾ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യുക ചെയ്യും. But remember, whenever we ignore or delete a particular data from a data set, we are losing that information. Okay, so as far as possible, we don't want to lose information. എല്ലാ ഇൻഫർമേഷനും കീപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഡേറ്റ മൈനിങ് മോഡലിനെ. ഓക്കെ, സോ കോംപ്ലക്സ് ഡേറ്റ ടൈപ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടി. രണ്ടാമത്തേത്, ഈ ഡേറ്റ റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്നതാണ്, നെറ്റ്വർക്ക്ഡ് ആണ്, ലോകം മുഴുവനും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഇവിടെ നിന്നൊക്കെ ഡേറ്റയെ റിട്രീവ് ചെയ്ത് അതിനെ പ്രോസസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് ഡേറ്റ മൈനിങ്ങിന് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ടാസ്ക് അല്ല. Okay, when you are doing your project, I'm sure you have realized that അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്ലി അവൈലബിൾ ഡേറ്റ സെറ്റ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ PhD വർക്ക് ചെയ്യുന്നതിൽ ഐ എം ട്രൈങ് ടു കളക്ട് ഡേറ്റ, ആൻഡ് കളക്ടിങ് ഡേറ്റ ഇസ് വെരി ഡിഫിക്കൽട്ട്. ഒന്നാമത്തെ കാര്യം, യൂസേഴ്സിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡിസ്ക്ലോഷർ വേണം. അവരുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് പറഞ്ഞ് അവർ ബില്ലിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ഈ എറേഴ്സും ഒക്കെ ഇല്ലാതെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെഷേഴ്സും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന സിസ്റ്റം ഓൺലൈനായിട്ട് കൊടുത്തിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റർ പ്രീ പ്രോസസ്സിംഗ് ടാസ്കുകളൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, ഇപ്പോഴീ പാൻഡമിക് സിറ്റുവേഷനിലാണെങ്കിൽ ആൾക്കാരെ കിട്ടാൻ വേണ്ടി, ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
Okay, so there is a lot of difficulty in collecting, extracting the right amount of data, pre-processing the data, and preparing it for data mining. Okay, now data mining and society. Data mining and society. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഈവൻ ദോ നമ്മൾ അൽഗോറിതംസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമ്മൾ ചിന്തിക്കാറില്ല എങ്കിൽ പോലും ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എത്തിക്കൽ ബിഹേവിയർ ഇസ് എക്സ്പെക്ടഡ് ഫ്രം ആൻ എഞ്ചിനീയർ. Okay, anytime, anything we do, not just data mining. Data mining എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ഇൻഫർമേഷൻ വില്ലിംഗ്ലി അൺവില്ലിംഗ്ലി നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടാം. ആ ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുകയോ സ്റ്റോർ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും അവരെ ആ സൊസൈറ്റിയിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽസിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം. ഓക്കെ, ഒരാളുടെ പ്രൈവസിയെ എന്താ പറയാ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഒരു അൽഗോറിതം ഡിസൈൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഡേറ്റ മൈനിങ് അൽഗോറിതംസ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രൈവസി പ്രിസർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡേറ്റ മൈനിങ് അൽഗോറിതംസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഇൻവിസിബിൾ ഡേറ്റ മൈനിങ്. ഓക്കെ, ഞാൻ ഒരു വെബ്സൈറ്റിൽ കയറുന്നു, എൻ്റെ പല ഡേറ്റയും ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ആ ഡേറ്റ യൂസ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി എൻ്റെ പെർമിഷൻ ചോദിച്ചിരിക്കണം. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻവിസിബിൾ ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് തോന്നുന്ന പോലെ എൻ്റെ ഡേറ്റ യൂസ് ചെയ്യാനായിട്ട് ശരിക്കും എത്തിക്കലി റൈറ്റ് അല്ല. ആൻഡ് മെനി കൺട്രീസ് ഹാവ് ഗോട്ട് ലോസ് എഗെയിൻസ്റ്റ് സച്ച് ആക്ടിവിറ്റീസ് ഓൾസോ. ഓക്കെ, സോ that is about the issues in data mining. Next, we are going to look at data എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. I told you data comes from many different types of sources. പല സോഴ്സുകളിൽ നിന്നും കിട്ടുന്ന ഡേറ്റ ആയതുകൊണ്ട് തന്നെ readying the data does not have one single method. നമ്മുടെ ഡേറ്റ ഏത് രീതിയിലാണ് കിടക്കുന്നത്, അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ കളക്ട് ചെയ്ത രീതിയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഡേറ്റയെ എങ്ങനെയാണ് പ്രീ പ്രോസസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് സം ഓഫ് ദ മെത്തേഡ്സ് ദാറ്റ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ readying the data. Okay, now before we begin with readying the data, let's look at data ഏതെല്ലാം ടൈപ്പിൽ ഉണ്ടാവും. Okay, now ഡേറ്റ എന്ന് പറയും, ഡേറ്റ സെറ്റിലെ ഡേറ്റ എന്ന് ഞാൻ പറയുമ്പോൾ ഫോർ ഡേറ്റ മൈനിങ് ഡേറ്റ ഓബ്ജക്ട്സിനെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഡേറ്റ ബേസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഒരു ഡേറ്റ ബേസിൻ്റെ അകത്ത് എൻറ്റിറ്റീസ്. ഒരു സ്റ്റുഡൻറ് ഡേറ്റാ ബേസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ് ഒരു എൻറ്റിറ്റിയാണ്, സബ്ജക്റ്റ് ഒരു എൻറ്റിറ്റിയാണ്, മാർക്ക് ദാറ്റ് ഇസ് മാർക്ക് ഒരു എൻറ്റിറ്റിയാണ്. ആ രീതിയിൽ നമുക്കതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ കഴിഞ്ഞ ദിവസം when we looked at all electronics, അവിടെ നമ്മൾ ഡയമെൻഷൻസ് കണ്ടായിരുന്നു, ആട്രിബ്യൂട്ട്സ്, കസ്റ്റമേഴ്സ്, സ്റ്റോർ ഐറ്റംസ്, സെയിൽസ്, ഇതെല്ലാം എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, ദീസ് എൻറ്റിറ്റീസ് ആർ കോൾഡ് objects. Data mining, they are called objects and they are described by attributes. ഡേറ്റാബേസിലെ ഓരോ ആട്രിബ്യൂട്ട്സ് ആണ് ഈ ഓബ്ജക്ട്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ they can be referred to as samples. എന്ന് വെച്ചാൽ ഞാൻ ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സ്, ഡേറ്റാബേസിൽ റെക്കോർഡ്സ്, ആ റെക്കോർഡ്സിനെ സാമ്പിൾസ്, എക്സാമ്പിൾസ്, ഇൻസ്റ്റൻസസ്, ഡേറ്റ പോയിന്റ്സ് ഓർ ഡേറ്റ ഓബ്ജക്ട്സ് എന്നാണ് വിളിക്കുന്നത്. നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ ഡേറ്റ ഓബ്ജക്ട്സ്, എക്സാമ്പിൾസ് എന്നൊക്കെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ. ഓക്കെ, നൗ when it is stored in a database, tuples എന്താണോ അതേ കാര്യമാണ് ഇൻസ്റ്റൻസസ് ആയിട്ട് നമ്മൾ ഡേറ്റ ഓബ്ജക്ട്സ്, ഡേറ്റ മൈനിങ്ങിൽ നമ്മൾ പറയുന്നത്, ഡേറ്റ സെറ്റിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നൗ ആട്രിബ്യൂട്ട്, യു നോ വാട്ട് ആട്രിബ്യൂട്ട്സ്. അതേ സംഭവം തന്നെയാണ്. ഓരോ ഡേറ്റ ഫീൽഡ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഡേറ്റ ഓബ്ജക്റ്റിന്റെ ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആട്രിബ്യൂട്ടിനെ നമ്മൾ ഡയമെൻഷൻസ്, ഫീച്ചേഴ്സ്, വേരിയബിൾസ് എന്നൊക്കെ വിളിക്കും. സോ ഇറ്റ് ഇസ് ദ സെയിം ആസ് ആട്രിബ്യൂട്ട്. ഓക്കെ, വാട്ട് ഇസ് ആൻ ഒബ്സർവേഷൻ? ഒരു പർട്ടിക്കുലർ
വാല്യൂനെയാണ്, ഒരു ആട്രിബ്യൂട്ടിന്റെ സിംഗിൾ വാല്യൂനെയാണ് ഒബ്സർവ്ഡ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആട്രിബ്യൂട്ട് വെക്ടർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫീച്ചർ വെക്ടർ. ഓക്കെ, ഒരു റോ, ഒരു ടപ്പിളിന്റെ എല്ലാ വാല്യൂസ്, സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് ഫീച്ചർ വെക്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇഫ് we are designing a model based on a single variable, ഒരു ആട്രിബ്യൂട്ടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, then it is called a univariate distribution. Bivariate എന്ന് പറയുമ്പോൾ based on two attributes. More than two ആണെങ്കിൽ multivariate. Okay, all this is coming in regression ഒക്കെ വരുമ്പോൾ we will be looking at many of these things. അതിനാണ് ഇതെല്ലാം ഫസ്റ്റ് മോഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ആണ്. Everything is being introduced to you. രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആവും, വാക്കുകൾ ഫെമിലിയർ ആവും. Okay, so now this is important. Let's look at attribute types. Data types എന്ന് പറയുന്ന പോലെ തന്നെയാണ് attribute types. Data typesൽ integers, real, boolean അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞതിന്റെ സ്ഥാനത്ത് ഇവിടെ നാലേ ആട്രിബ്യൂട്ടേ ഉള്ളൂ. നോമിനൽ, ഓർഡിനൽ, ബൈനറി ആൻഡ് ന്യൂമറിക്. ഓക്കെ, നോമിനൽ, ഓർഡിനൽ, ബൈനറി ആൻഡ് ന്യൂമറിക്. നോമിനൽ എന്ന് പറയുന്നത് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നോമിനൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, കാറ്റഗറീസ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹെയർ കളർ, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഏജിൽ യങ്, ഓൾഡ്, പ്രായം ആക്ച്വലി 10, 20, 30 എന്ന് പറയുമ്പോൾ അത് ന്യൂമറിക് വാല്യൂ ആയി. ഓക്കെ, ആൻഡ് അതിന് ഓർഡറും ആയി. പക്ഷെ യങ് അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ കാറ്റഗറിയാണ്. ഓക്കെ, നൗ ബോത്ത് നോമിനൽ ആൻഡ് ഓർഡിനൽ ക്യാൻ ബി കാറ്റഗറീസ്. സോ നോമിനലും ഓർഡിനലും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ? നോമിനൽ കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. ഓക്കെ, ലൈക്ക് ഹെയർ കളർ, അതിന് ഓർഡർ ഇല്ല. റെഡ് ആണോ ഹയർ ദാൻ ഗ്രീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അതിന് ബ്ലാക്ക് ആണോ ഹയർ ദാൻ ഗ്രീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും പറയാനില്ല. ദർ ഇസ് നോ ഓർഡർ, പർട്ടിക്കുലർ ഓർഡർ ഫോർ ഹെയർ കളർ. പക്ഷെ ഞാൻ ഏജില് യങ്, ഓൾഡ് എന്ന് പറയുവാണെങ്കിൽ അതിന് എനിക്കൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം സ്മോളർ ഏജ് ടു ഹയർ ഏജ്. ഓക്കെ, സൈസിന് സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ഹെയർ കളറിന് അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസിന്, അഡ്രസ്സ്, സ്റ്റേറ്റുകൾ, അതൊക്കെ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് അതിനെ പ്രത്യേകിച്ച് ഒരു ഓർഡർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓർഡർ കൊടുക്കാൻ പറ്റാത്തതിനാണ് നോമിനൽ എന്ന് പറയുന്നത്. ഓർഡർ കൊടുക്കാൻ പറ്റുന്നതിന് ഓർഡിനൽ എന്ന് പറയും. ഓക്കെ, നൗ നോമിനൽ ഡേറ്റയിൽ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസീസ് ആണ്. സെൻട്രൽ ടെൻഡൻസീസ് മീൻസ് ഏറ്റവും കൂടുതൽ ഏതിനുണ്ട് എന്നുള്ളതാണ്, മോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബൈനറി ഡേറ്റ ആണെങ്കിൽ അറിയാമല്ലോ, ബൂളിയൻ സെയിം തന്നെയാണ്. ദർ ഓൺലി ടു വാല്യൂസ്, either a yes or a no, a true or a false, a 0 or a 1. Okay, now binary തന്നെ രണ്ട് തരമുണ്ട്, സിമെട്രിക് ബൈനറി ഡേറ്റ ആൻഡ് അസിമെട്രിക് ബൈനറി ഡേറ്റ. സിമെട്രിക് ബൈനറി ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ 1നും 0നും അല്ലെങ്കിൽ യെസിനും നോയ്ക്കും സെയിം വെയിറ്റേജ് ആയിരിക്കും ഉള്ളത്. One is not preferred over the other. ജെൻഡർ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ രണ്ട് തരം. It can be given 0 or 1. Any one can be given 0 or 1. There is no preference for the male or the female. Okay, whereas I am saying checking whether a person is COVID positive. അതിൽ important ഏതാ? നെഗറ്റീവ് ആയിട്ടുള്ളവരെ we are not interested in. We are interested in those who are positive. So അവിടെ ഒരു asymmetry ഉണ്ട്. We are more interested in those who are positive than those who are negative. Okay, our case it is asymmetric binary data. So even though the zeros are wrong, we don't want any ones to be wrong. Okay, and asymmetric data importance കൂടുതൽ ഏതിനാണോ ഉള്ളത് അതിനായിരിക്കും 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നത്. ഇമ്പോർട്ടൻസ് കുറവുള്ളതിന് 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. Okay,
ഇനി ഓർഡിനൽ ഡേറ്റ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ലൈക്ക് നോമിനൽ ഡേറ്റ ബട്ട് ഇറ്റ് ഹാസ് എ പർട്ടിക്കുലർ ഓർഡർ. ആൻഡ് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ ടെൻഡൻസി മാത്രമല്ല മോഡും മീഡിയനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ന്യൂമറിക് വാല്യൂസ് നമ്മുടെ സാധാരണ വാല്യൂസ് ആണ്, പ്രത്യേകിച്ച് കൂടുതൽ എനിക്ക് ഇതിലൊന്നും പറയാനില്ല. ഇന്റിജർ വാല്യൂസ്, റിയൽ വാല്യൂസ്, മെഷറബിൾ ക്വാണ്ടിറ്റീസ് ഉള്ള ഏത് സംഭവവും ന്യൂമറിക് ആണ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എല്ലാ ഫോർമുലാസും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മീനും മീഡിയനും മോഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Now there are two types of numeric data: interval scaled data and ratio scaled data. ഇന്റർവൽ സ്കെയിൽ ഡേറ്റയും റേഷ്യോ സ്കെയിൽ ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് ഒരു ട്രൂ സീറോ ഉണ്ട്. ഇന്റർവൽ സ്കെയിൽഡിന് ട്രൂ സീറോ ഇല്ല. റേഷ്യോ സ്കെയിൽഡിന് ട്രൂ സീറോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ ആണ് എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഞാൻ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത് ഇഫ് ഐ ആം മെഷറിംഗ്, there are positive values and negative values for temperature. Okay, supposing I am measuring temperature in degree Celsius, 0 degree Celsius എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അർത്ഥം വരുന്നത്. ഓക്കെ, അവിടെയും ടെമ്പറേച്ചർ ഉണ്ട്, അതിന്റെ താഴെ വരുന്നത് ടെമ്പറേച്ചർ ഉണ്ട്, അതിന്റെ മുകളിൽ വരുന്നതും ടെമ്പറേച്ചർ ഉണ്ട്. there is a level of heat or coldness, so it is not actually zero, nothing ആണെന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. that is called interval scale. whereas Kelvin ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ സീറോ എന്ന് പറയുന്നത് ട്രൂ സീറോ ആണ്. there is no temperature at 0 Kelvin. Okay, that is the inherent true zero. True zero ഇല്ലാത്തതിനെ ഇന്റർവൽ സ്കെയിൽഡ് എന്നും ട്രൂ സീറോ ഉള്ളതിനെ റേഷ്യോ സ്കെയിൽഡ് എന്നും പറയും. ഓക്കെ, സോ നമ്മൾ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് അവെയർ ആയിരിക്കണം. ടെമ്പറേച്ചർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് ട്രൂ സീറോ ഉണ്ട്, കെൽവിനിലാണ് മെഷർ ചെയ്യുന്നെങ്കിൽ ട്രൂ സീറോ ഉണ്ട്, മറ്റേതിലാണ് മെഷർ ചെയ്യുന്നെങ്കിൽ ട്രൂ സീറോ ഇല്ല. ഈ കഥയൊക്കെ അറിയാമെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ചുമ്മാ കുറെ വാല്യൂസ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി കഴിഞ്ഞാൽ റിസൾട്ട് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. This you know difference between discrete data and continuous data. Discrete data എന്ന് വെച്ച് കഴിഞ്ഞാൽ it is finite or countable. Okay, finite data ആകാം അല്ലെങ്കിൽ countably infinite data ആകാം. കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിന് discrete എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. Okay, now discrete data is not normally continuous ആയിട്ട് നമുക്ക് വാല്യൂസ്, ഹെയർ കളർ റെഡ്, റെഡ് എന്ന് പറയുന്നത് അത് ഒരു വാല്യൂ ആണ്. ഹാഫ് റെഡ്, 3/4 റെഡ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഇന്റൻസിറ്റിയെ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കളേഴ്സിൽ. അതുപോലെ സ്മോക്കർ, അതിലൊരു സ്മോക്കർ അറിയാം, നോട്ട് എ സ്മോക്കർ, അതിൽ പ്രത്യേകിച്ച് ഹാഫ് സ്മോക്കർ 3/4 സ്മോക്കർ എന്നൊന്നും പറയാനായിട്ടില്ല. Those kind of values are called discrete values. You know this because we are learning computer science, so you know about discrete values. Continuous values എന്ന് പറയുന്നതല്ല, അതല്ല. Continuous values എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are രണ്ട് whole values ന്റെ ഇടയിൽ there are other values which are moving slowly towards the next whole value. These are called continuous or real values, floating point values. Okay, so we should, when we are dealing with discrete data, there is a particular way in which we do pre-processing, and when we are dealing with continuous data, there is another set of methods which we use for pre-processing. Okay, now with this I would like to stop today's lesson. Just going to introduce data visualization. ഡേറ്റ വിഷ്വലൈസേഷൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ആൾക്കാർക്ക് കണ്ടാൽ പെട്ടെന്ന് റിസൾട്ട് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാം. അതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. There are lots of methods for visualization. We will be looking at each of them in the next class. Now, if you have any doubts in these two sections, issues and in data, knowing your data, please let me know. Okay, either through the YouTube chat or through my group mail or WhatsApp. Thank you very much.